ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് കാര്യമായിട്ട് മഴയും ഒന്നുമില്ല, ക്ലൈമറ്റ് നീറ്റായിട്ടുണ്ട്, മഞ്ഞുമില്ല. ഓക്കെ, നിങ്ങളുടെയൊക്കെ മഴയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് ഇവൾക്ക് നമ്മൾ നേരത്തെ അവളുടെ കാലൊന്ന് സ്വെല്ലിംഗ് ആയിട്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുളമ്പ് രോഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് വിചാരിച്ചത്. ഇത് വേണ്ടോ, ഇപ്പോൾ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാട്ടടി പോയി നിൽക്ക, വേണ്ടോ, ഫുള്ള് നീറ്റായി, കുഴപ്പമൊന്നുമില്ല. അടിയിൽ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു, കീടങ്ങളും അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല വീക്കുണ്ടായിരുന്നു, അത് ഇവിടെയൊക്കെ നല്ല വീക്കുണ്ടായിരുന്നു. തൊടുമ്പോൾ അവൾ സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോൾ കണ്ടോ, തൊടുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കാലുകൂന്നി നിൽക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കൈവച്ച് അടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു വേദനിച്ചിട്ടേ. നമ്മൾ ഇവൾക്ക് ചെയ്ത ചികിത്സ എന്ന് പറഞ്ഞാൽ ഹൂക്കാർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇതാണ് നമ്മൾ കുളമ്പ് രോഗത്തിന് വേണ്ടിയിട്ട് സാധാരണ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ചൂടുവെള്ളത്തിൽ നല്ലോണം ഉപ്പിട്ടിട്ട് കാലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, ഡെയിലി 2-3 തവണ, നല്ല വേദനയുള്ള ടൈമിൽ. പിന്നെ ചെയ്തത് ആ സ്വെല്ലിങ് പോകാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, മഗ്നീഷ്യം സൾഫേറ്റാണ്. നമ്മൾ ഈ കാലിൻ്റെ മുട്ടിനൊക്കെ നമ്മൾ നീര് വന്നു കഴിഞ്ഞാൽ ഇതാണ് തേച്ച് കൊടുക്കുക. പെട്ടെന്ന് മാറും, സ്വെല്ലിങ് പോവും. നല്ല പൊട്ടി, ഇത് നല്ല ഉള്ളിൽ പഴുപ്പൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടി വലിച്ചിട്ട് പഴുപ്പ് പുറത്ത് വരാനൊക്കെ ഈ മഗ്നീഷ്യം സൾഫേറ്റ് നല്ലതാണ്. അങ്ങനെ പൊട്ടി വലിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈച്ചയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പെണ്ണയൊക്കെ തേച്ച് കൊടുക്കും, പുഴു തരാതിരിക്കാൻ വേണ്ടി. ഇൻ കേസ് പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവനിയ യൂസ് ചെയ്യുക, ഡിമെഗ്. ഇത് പുഴുവൊക്കെ നന്നായിട്ട് പോയിട്ട് മുറിവൊന്ന് റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട് ഡിമെഗ് ഭയങ്കര ബെസ്റ്റാണ്. ചെറിയ മുറിവൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെ, ടോപ്പിക്കോർ. ഇത് ശരീരത്തിൽ എവിടെ മുറിവ് വന്നാലും നമ്മൾ ഹൈമാക്സിൻ്റെ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പോലെ തന്നെ ടോപ്പിക്യൂറും യൂസ് ചെയ്യാൻ പറ്റും. കാലിന് പിന്നെ വീക്കമുണ്ടെങ്കിൽ മുട്ടിനായാലും കുളമ്പിനായാലും പിന്നെയുള്ള എളുപ്പപ്പണി നമ്മൾ മണൽ ചെറുങ്ങനെ ചൂടാക്കിയിട്ട് കാലിൽ ചുറ്റി കെട്ടി കൊടുക്കുക, ചെറിയ തുണിയിൽ ഇതാക്കിയിട്ട്, അല്ലെങ്കിൽ കല്ലുപ്പ് ചൂടാക്കിയിട്ട് ചെറുങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. അവരൊക്കെ സഹിക്കാൻ പറ്റുന്ന ഭാഗത്തിന് കേട്ടോ, നല്ല ചൂട്ടൊന്നും നോക്കി ചെയ്യരുതേ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇവൾക്കിപ്പോൾ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ, ഞാനീ പറഞ്ഞ പോലെ.